നമസ്കാരം. തിരുവിതാംകൂറിലെ ദിവാൻമാരിൽ ഏറ്റവും മഹാനായ ദിവാൻ രാജാ കേശവദാസ പിള്ളയുടെ തറവാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടത്തെ പോലും ചെറുത്തു നിർത്തിയത് ദിവാൻ കേശവദാസ പിള്ളയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ തുടങ്ങിയ ചരിത്രം മുതൽ അന്ന് ജനവാസയോഗ്യമല്ലാത്ത ആലപ്പുഴ ജില്ലയെ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ആലപ്പുഴ പട്ടണമാക്കിയതും ചാലക്കമ്പോളം ഉൾപ്പെടെയുള്ള വികസനങ്ങൾ രാജ്യത്തിന് നൽകിയ പ്രജകളുടെ വലിയ ദിവാൻജിയുടെ തറവാടും അവിടുത്തെ പ്രത്യേകതകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരള വാസ്തുവിദ്യാ ശൈലിയിൽ തീർത്ത ഈ 12 കെട്ട് തറവാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതായത് 3 നടുമുറ്റത്തോടു കൂടിയ തറവാട്. ഈ തറവാട്ടിന് 325 വർഷത്തിലേറെ പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് അവശേഷിക്കുന്നത് 4 കെട്ട് മാത്രമാണ്. ഈ തറവാടിനെ സംരക്ഷിച്ചുകൊണ്ട് കോട്ടയ്ക്ക് പുറത്തുള്ള കാവും കോട്ടയ്ക്കകത്തുള്ള കുടുംബക്ഷേത്രവും തറവാടിനുള്ളിലെ നിലവറയും അവിടുത്തെ പ്രത്യേകതകളാണ്. കൊത്തുപണികളാൽ തീർത്ത ഈ തറവാടിലെ വിശേഷങ്ങൾ അവിടുത്തെ കാരണവരായ രാമദാസ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. തിരുവിതാംകൂർ വലിയ ദിവാൻജിയായിരുന്ന രാജാ കേശവദാസ പിള്ളയുടെ 3ാം തലമുറയിൽപ്പെട്ട കുടുംബാംഗമാണ് അദ്ദേഹം. ഈ കൂട്ട് ഈ പുരയ്ക്കുള്ളതാണ്. ഇത് മറ്റ് ഇതുപോലെ ഈ പൂട്ട് തുറന്നാൽ മാത്രമേ ഈ കതവ് തുറക്കാൻ. ഈ കതവ് ഈ മുറിക്കുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ പണ്ട് ആയുധം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ആയുധപ്പുര. രാജാ കേശവദാസന്റെ ആയുധം അത് പൂട്ടിവെച്ചിരിക്കുന്ന പൂട്ടാണ് ഈ കാര്യം. ഇതിൻ്റെ പേര് നാഴിപ്പൂട്ടെന്നാണ്. ഇത് പണ്ട് കാലങ്ങളിൽ കള്ളന്മാരെ പേടിച്ചിട്ട് ചെയ്തിട്ടുള്ള പൂട്ടാണ്. പഴയ വീടുകളിൽ മിക്കവാറും വലിയ ബന്ധുസ്വള്ള സ്ഥലങ്ങളിൽ ഈ പൂട്ട് കാണും. ഇപ്പം വളരെ റയറായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. നിലവിൽ തുറക്കാൻ പറ്റൂലല്ലോ. തുറക്കാൻ പറ്റില്ല, നമ്മൾ തുറന്ന് കണ്ടിട്ടില്ല. പ്രത്യേകം പരിചയം വേണം അല്ലേ? ഇതിൻ്റെ അടിയിലാണ് ഹോൾ ഉള്ളത്. ഇവിടെ ഒരെണ്ണമുണ്ട്. അതുപോലെ എല്ലാം തുരുമ്പായതുകൊണ്ട് നമുക്കൊന്നും ഇതിന് സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തിയിരിക്കുന്നു. തുറക്കാൻ പറ്റുന്ന മേശേരി ഒന്നുമില്ല. ഇപ്പം ഇല്ല. അതിനെ നശിപ്പിക്കണം. നിലവിൽ ആയുധം അതിനകത്തുണ്ട്. മറ്റേ അടുത്ത കാലത്ത് തന്നെയാണ് ചങ്ങനാശ്ശേരി നമ്മുടെ മാമനൊക്കെ ഉള്ള കാലത്ത് കൊണ്ടുപോയി 10 വർഷത്തിന് മുമ്പേ. എവിടെ? ചങ്ങനാശ്ശേരി മന്നത്ത് പത്തനാവശ്യം മ്യൂസിയത്തിൽ. അവിടെ പോയാൽ കാണാം. അതായത് ചട്ടമ്പിസ്വാമി, രാജാ കേശവദാസ്, തലക്കുളം വീരസന്ധികളുള്ള പിന്നെ വേറെ ഒരു 6-7 പേര് ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. പ്രൊസഷനായിട്ട് അത് കൊണ്ടുപോയായിരുന്നു. ഒരുപാട് കായംകുളം വാട് ഇതൊക്കെ വീട് പോയിട്ടുണ്ട്. അന്ന് ഇവിടെ വാടും വരികയും ഉണ്ടായിരുന്നു. അതും അവർ കൊണ്ടുപോയി. ഇന്ന് പെരുന്നയിൽ മ്യൂസിയത്തിൽ പോയാൽ ഇതെല്ലാം കാണാം. ഇതാ കാണുന്ന ഹോളിന് ചെറിയ ചക്രമുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഭാഗത്തിലാണ് സ്ക്രാച്ച് കാണുന്നത്. പണ്ട് ദിവാനായിരുന്ന കാലത്ത് അദ്ദേഹം എന്തെങ്കിലും ഖജനാവിൽ നിന്നും മോട്ടിച്ച് തൂണിനകത്ത് അടച്ച് സംരക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അന്നത്തെ കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്ന് പരിശോധിച്ച സ്ഥലമാണ് ഇത്. പണ്ട് സ്ത്രീകൾക്ക് കുളിക്കാൻ പോകാനും ബാക്കി പുറം ലോകം കാണാനും പോകാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ആണ് ഇത്. നിലവറ എന്ന് പറയും. അന്നത്തെ സ്ത്രീകൾക്ക് വെളിയിൽ പുരുഷന്മാരെ കാണാൻ അനുവാദമില്ല. അതുകൊണ്ട് അവർ കഴിഞ്ഞിരുന്ന സ്ഥലമാണ് ഈ നിലവറ. ഈ നിലവറയ്ക്കകത്ത് ഇന്ന് ഇവിടെ കുളപ്പരക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. അവിടെ പോയി കുളിച്ച് തിരിച്ചു വരും. തിരിച്ചിതിലേക്ക് ഇവിടെ തന്നെ വരും. അതായത് കുമാരകോവിലിൽ ഒരു കിണറുണ്ട്. അതുപോലെ ഇത് അണ്ടർഗ്രൗണ്ട് വഴി പോവാം. ഇത് വളരെ കാലങ്ങളായതുകൊണ്ട് ഈ വന്യജീവികളെ താമസ സ്ഥലമൊക്കെ ആയി മാറിയതുകൊണ്ട് അതിനകത്തൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നിലവറയുടെ 4 ഭാഗത്തുമുള്ള 4 തൂണ് ഈ നിലവറ, ഈ ആയുധപ്പുര, ഇതിൻ്റെ മുകളിലുള്ള തായ്ക്കെട്ട മുഴുവനും ഓരോ ഒറ്റ 4 തൂണിലാണ് നിലനിൽക്കുന്നത്. 4 തൂണിലാണ് ഈ കെട്ടിടത്തിൻ്റെ തായ്ക്കെട്ടുള്ളത്. ഈ അണ്ടർഗ്രൗണ്ട് തളം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതായത്.
ഇതാ കാണുന്ന സംഭവം. ഇത് ഒരു സ്റ്റേജ്. ഇതേപോലെ അവിടെ വരണമെന്നാണ്, അതിനകത്തുറമെന്നാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ അവിടെ വരണം. അങ്ങനെ 4 സ്റ്റൂപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കും. ഇതിന്റെ പുറത്താണ് കെട്ടിടം നിൽക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റേജ്, അടുത്ത് ഇതാ വരുന്നിടത്ത് അടുത്ത സ്റ്റേജ്, അതിൻ്റെ മുകളിലാണ് ബേസ്മെന്റിനൊക്കെ ബദലായിട്ട് തടിയിലാണ് ഇതെല്ലാം. ഇത് അന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ ഏറെ നാളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് സാക്ഷ മരത്തിൽ ചെയ്തത്. കളം മരപ്പെടുത്തിട്ട് ബലമായിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ അന്നത്തെ കഥയിൻ്റെ മേൽ ഇത് തന്നുകൊണ്ടുള്ള അളവ്. അത്രയും ഗണത്തിലാണ് അന്ന് കഥകൾ പണിയുന്നത്. ഇതാ സ്റ്റേജ്, അതൊന്ന് 4 സ്റ്റേജ് ആണ് കെട്ടിടത്തിൻ്റെ നില. ഇവിടെ രാജാ കേശവദാസ് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇവിടെ സ്വയംഭൂ ഗണപതി ഉണ്ടെന്നാണ് സങ്കല്പം. അതിനപ്പുറത്ത് കാണുന്നത് നാഗരാജാവ്. ഈ മരത്തിന് 325 കൊല്ലം പഴക്കമുണ്ട്. 325 കൊല്ലം. ഈ മരവും അന്നത്തെ ഈ വീട്ടിന് വാസ്തുശാസ്ത്രമനുസരിച്ച് നട്ടിട്ടുണ്ട്. തറവാട്ടിന് 325 വർഷത്തിൽ പഴക്കം. ഇതിൻ്റെ മുമ്പ് കാണുന്ന റോഡ് ഇപ്പോഴുള്ളതാണ്. പണ്ട് തോടായിരുന്നു.